ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇജാസ് ബ്രോൻ്റെ കെയർ ഓഫിൽ റഷ്യയിലേക്ക് എത്തി. ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ പേഴ്സണലായിട്ട് എനിക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതായത് ഓരോ കമ്പനി ഓരോ രീതിയിലുള്ള സാലറിയാണ്. പിന്നെ റൂം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി നമ്മളെ പിക്ക് ചെയ്യാനും രാത്രിയുള്ള ഫുഡ് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അത് റൂമിലെത്തി. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇജാസ് ബ്രോൻ്റെ കെയർ ഓഫിൽ റഷ്യയിലേക്ക് എത്തി. ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ പേഴ്സണലായിട്ട് എനിക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതായത് DMO എയർപോർട്ടിലാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ വേറെ ആരും നേരിടാത്തൊരു പ്രതിസന്ധി ഞാൻ നേരിട്ടിരുന്നു. അപ്പോൾ ഇജാസ് ബ്രോ റഷ്യൻ സിറ്റിസൺ ആയതുകൊണ്ട് വിളിച്ച് പറഞ്ഞ് എല്ലാം സെറ്റാക്കി തന്ന്, അതുപോലെ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് റൂമും അതുപോലെ തന്നെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് നല്ലൊരു ജോലിയിൽ കയറ്റി തന്നു. പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വരുന്നവർ എല്ലാത്തിനും റെഡിയായിട്ട് വരിക, ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയായിട്ട് വരിക. യൂറോപ്പിൽ സുഖമാണെന്നുള്ള പ്രതീക്ഷ കൊണ്ടൊന്നും ഇവിടെ വരണ്ട. ഓപ്പണായിട്ട് പറഞ്ഞല്ലോ. അത്യാവശ്യം ഓരോ കമ്പനി ഓരോ രീതിയിലുള്ള സാലറിയാണ്. പിന്നെ റൂം പ്രൊവൈഡ് ചെയ്യുന്നത് ഓരോ കമ്പനിക്ക് അനുസരിച്ചായിരിക്കും. ചില കമ്പനി റൂം പ്രൊവൈഡ് ചെയ്യും, ചില കമ്പനി ചെയ്യില്ല. കമ്പനി റൂം പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റും കൂടി നമ്മുടെ ഈ സാലറിയിൽ നിന്ന് കട്ടാകുന്നതായിരിക്കും. അപ്പോൾ വലിയ പ്രതീക്ഷകളൊന്നും വേണ്ട, അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള രീതിയിലാണെങ്കിൽ അങ്ങോട്ട് കയറി വരിക. ഇജാസ് ബ്രോനെ 100% വിശ്വസിച്ച് നിങ്ങൾക്ക് വരാം. ഒരു കുഴപ്പമില്ല, ഒരു സീനും ഉണ്ടാവില്ല, ഡീപ്പോർട്ടേഷൻ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവില്ല, വിസ റിജക്ഷൻ ഉണ്ടാവില്ല. നിങ്ങൾ സേഫായിട്ട് ഇവിടെ എത്തും. വേറെ പണിൻ്റെ കാര്യങ്ങളൊക്കെ എന്താ, പിന്നെ ഒരുപാട് പേര് നമ്മളെ ബാഡ് കമൻ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഉണ്ടല്ലോ, അപ്പം നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? കാരണം ഇത് ഒരുപാട് ഏജൻസികൾ ഇത് നമ്മൾ ഉടായ്പാണ്, നമ്മൾ ആൾക്കാരെ പറ്റിക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നമ്മളെ വീഡിയോൻ്റെ അടിയിലൊക്കെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ എന്താണെങ്കിലും ഓപ്പണായിട്ട് പറയുക കാര്യങ്ങൾ. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ മെഡിക്കൽ കഴിഞ്ഞ ഉടൻ തന്നെ ജോലിയിൽ കയറ്റി തന്നില്ലേ? എല്ലാ കാര്യങ്ങളും ഇല്ല. ഞാനും ഇത് ബിജുവേട്ടനാണ്. ബിജുവേട്ടനും ഞാനും ഇവിടെ വെക്കേഷനുള്ള ഒരു ടൈമായിരുന്നു. പിന്നെ ചെറിയൊരു ഡിലേ ഉണ്ടായിരുന്നു ആ ജോലിയുടെ ഇതായിട്ട്. അത് പിന്നെ കുഴപ്പമില്ല, അത് ഞാനത് വിചാരിച്ചു തന്നെയാണ്. അത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട് കാര്യങ്ങളിൽ. കുറച്ച് ഡിലേ ആയാലും നിങ്ങളെ എല്ലാ കാര്യങ്ങളും സെറ്റായില്ലേ? എല്ലാം സെറ്റാവും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ്, ആരും പറ്റിക്കപ്പെടില്ല. വേറെ ഏജന്റുമാരുടെ കാര്യം നമുക്കറിയില്ല. നമ്മൾ ഇജാസ് ബ്രോന്റെ ഒരു ഇതിൽ വന്നിട്ട് നമ്മളൊന്നും പറ്റിക്കപ്പെട്ടിട്ടില്ല. ചില ബുദ്ധിമുട്ടുകൾ നമ്മൾ രാജ്യം മാറുമ്പോൾ ഉണ്ടാകുന്നതാണ്. അത് നമ്മൾ ഇന്ത്യ, ഇത് റഷ്യയാണ്. നമ്മൾ വിചാരിച്ചവരും നല്ല റഷ്യ. ഇവിടെ വന്ന് നേരെ കണ്ടറിയാം. വീഡിയോയിൽ കാണുന്നതൊന്നും ആയിരിക്കില്ല റഷ്യ. ഇവിടെ വന്ന് നേരെ കണ്ട് അനുഭവിച്ചറിയാം. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ള കോൺഫിഡൻസുള്ള ആളുകൾ, അത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. ഇത്രയും പേര് നമ്മളെ കെയർ ഓഫിൽ വന്നതാണ്. ഇവരെല്ലാവർക്കും ഒരു കുഴപ്പമില്ല, എല്ലാം നമ്മളെല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിജുവേട്ടനൊക്കെ പുള്ളിയൊക്കെ ഒരുപാട് ഗൾഫിലൊക്കെ ഉള്ള എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ പുള്ളിയുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണ്? റഷ്യയും മറ്റേ പുറത്ത് രാജ്യത്തെ ഒരു അഭിപ്രായം എന്താണ്? ഗൾഫ് രാജ്യത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റഷ്യ അടിപൊളി തന്നെയാണ്. നാട്, പിന്നെ ക്ലൈമറ്റ് ഗൾഫിൽ അധികം ചൂടല്ലേ, ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. പിന്നെ പണിയെടുക്കാൻ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിൽ അടിപൊളിയല്ലേ. ജോലി ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ അധികം ടയേർഡാകുന്നില്ല. അപ്പോൾ ഗൾഫിലെല്ലാം ചെയ്യുമ്പോൾ പറഞ്ഞെങ്കിൽ ചൂടിനാകുമ്പോൾ പെട്ടെന്ന് ടയേർഡായിരിക്കും. നമ്മളിവിടെ 12 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെങ്കിലും അത്ര വലിയ പണി കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് അത്ര വലിയ ടയേർഡാകുന്നൊന്നുമില്ല. അത് ക്ലൈമറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. വേറെ രഞ്ജിത്ത് എന്താണ് പറയാനുള്ളത്? പറഞ്ഞോളൂ, പ്രശ്നമില്ല. ജോലിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇല്ലത് ഓപ്പണായിട്ട് പറയാം. നമ്മളെ സംബന്ധിച്ച് നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി നമ്മളെ പിക്ക് ചെയ്യാനും അത് കഴിഞ്ഞ് നമ്മുടെ മെഡിക്കലിൻ്റെ പേപ്പർ റെഡിയാക്കാനും നമ്മുടെ കൂടെ ആളുണ്ടായിരുന്നു. നമ്മൾ മെഡിക്കലിൻ്റെ പേപ്പർ കിട്ടിയതിൻ്റെ പിറ്റേ തന്നെ നമുക്ക് ഇവിടെ പണിയും കിട്ടി. പിറ്റേ തന്നെ നമുക്ക് പണിയിൽ പ്രവേശിക്കുകയും ചെയ്തു. പണിയെന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കാണ്, അത് പ്രതീക്ഷിച്ചിട്ട് വന്നാൽ മതി. അതിപ്പോൾ ഓപ്പണായിട്ട് പറയാം. രാജുഭായ്, ജയ് പറഞ്ഞു. ജയ് നാട്ടിൽ അത്യാവശ്യം നല്ല വർക്കുണ്ടായ ഒരാളാണ്, പറഞ്ഞോളൂ. അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ റഷ്യയിൽ വന്നത്. പുള്ളിയുടെ അഭിപ്രായം നോക്കാം. നമുക്ക് ഇജാസ് ബ്രോ പറ്റിക്കും എന്നുള്ള അത് ആരും വിചാരിക്കേണ്ട. നമുക്ക് എന്തായാലും ധൈര്യമായിട്ട് കയറി പോരാം.
ഞാൻ സത്യം പറഞ്ഞാൽ കാസർഗോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വേറൊരു മൈൻഡിലാണ് പെട്ടെന്ന് അത് കേട്ട് കഴിഞ്ഞാൽ എടുക്കുക. അപ്പോൾ ഫസ്റ്റ് ടൈം എനിക്കും അങ്ങനെ പെട്ടെന്നൊരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ നാടിൻ്റെ കുറ്റം പറയല്ല കേട്ടോ, അത് പൊതുവെ ഇങ്ങനെ നമുക്ക് കേട്ട് ഇതായിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ അടിപൊളി ഒരു കാസർഗോഡില്ലേ സ്നേഹിച്ചാൽ പിന്നെ ചങ്ക് കുറച്ച് കൊടുക്കുന്ന ആൾക്കാരാണ്. അല്ല എല്ലാവരും നല്ല ട്രീറ്റ് ചെയ്യുന്ന നമ്മളെ അങ്ങനെ ഒരു കാസർഗോഡിന് വേറെ അഭിപ്രായമായിട്ടൊന്നും. പിന്നെ ഇങ്ങോട്ട് വരുന്നവര് അത്യാവശ്യം മസാല പൊടികൾ, ഇവിടെ തീരെ മസാല ഒന്നും ഉപയോഗിക്കാത്തവരാണ്. മസാല പിന്നെ ഡ്രസ്സുകളൊക്കെ അത്യാവശ്യം എടുത്തോ. ഇവിടെ ഡ്രസ്സിനെല്ലാം വില കൂടുതലാണ്. അപ്പോൾ മാക്സിമം നിങ്ങളെ വെയിറ്റ് ഉള്ളത് പൊള്ളിച്ചെടുക്കുക. ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു 3-4 മാസത്തിന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുങ്ങി വരിക. അല്ലാണ്ട് 1 മാസം കഴിഞ്ഞപാട് സാലറി കിട്ടും, അപ്പോൾ നമ്മൾ എന്തെങ്കിലും വാങ്ങാന്നുള്ള പ്രതീക്ഷ വേണ്ട. സാലറി ചില കമ്പനിയിലെല്ലാം കുറച്ച് വൈകും, വേറെ കമ്പനീൻ്റെ അവസ്ഥ നമുക്കറിയില്ല. നമ്മളുള്ള കമ്പനിയിൽ കുറച്ച് ലേറ്റാണ്, സാലറി കറക്റ്റ് കിട്ടും. കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്, പക്ഷേ ഇജാസ് നമ്മൾ കറക്റ്റ് സാലറി കിട്ടുന്ന സ്ഥലത്താണ് കൊണ്ട് എത്തിച്ചത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കൊണ്ടുവരാനുള്ള സാധനം മാക്സിമം നിങ്ങൾക്ക് എന്തെല്ലാം കൊണ്ടുവരാൻ പറ്റും അത് കൊണ്ടുവരിക. ഇവിടെ എല്ലാം എക്സ്പെൻസീവാണ്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും ഇവിടെ നമ്മുടെ മാളിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ ഏതാ അജിപ്പിച്ചോട്ട് പറഞ്ഞു പറഞ്ഞാൽ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചിട്ട് കഴിച്ചിട്ട് പണിയെടുത്ത് പോകാമെന്ന് ആരും വിചാരിക്കണ്ട. ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത് ഏറ്റവും നല്ലത്. എന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര പൈസയാണ്. ഷവർമ്മക്ക് തന്നെ ഒരു ഷവർമ്മക്ക് തന്നെ 220 റൂബിൾസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 3 നേരം എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ചിലവ് വരും. 700 രൂപയോളം ഒരു ദിവസം ചിലവ് വരും. അത് മോസ്കോ പൊതുവെ എക്സ്പെൻസീവ് ആണ്. അത് ഓൾസോ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. ഉണ്ടാക്കിയിട്ട് കഴിക്കാനുള്ള മനസ്സോടെ വരണം. പിന്നെ വൺ ടൈം ഫുഡ് ഒരുവിധം കമ്പനീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ അറിയാൻ. അതെ, പിസ്സന്റെ ഫാബ്രിക്കിൽ നമ്മുടെ കമ്പനി ഒരു നേരത്തെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നു. ഹെവി ഫുഡ് അല്ലേ? നല്ല ഫുഡാണ്. അപ്പോൾ നല്ല രാത്രിയുള്ള ഫുഡ് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അത് റൂമിലെത്തിയിട്ട് നമുക്ക് കുക്ക് ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് എന്താ ആവശ്യമുള്ള വെച്ചാൽ അതിനനുസരിച്ച് ഇത് കഴിക്കുക. റെസ്റ്റിനും അത് അത്യാവശ്യം നമുക്ക് നല്ല ടൈം കിട്ടും. അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ? എന്തായാലും എല്ലാവരും കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. എന്നാലും ഓക്കെ. അപ്പോൾ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് മോശമായ രീതിയിലുള്ള മോശം കമൻറ്റുകൾ എഴുതുന്നവർക്കാണ് ഈ വീഡിയോ ഞാൻ കാണിച്ചു തന്നത്. ഇത് 1-2 പേരുമല്ല, 4-5 പേരുമല്ല, അതിലും കൂടുതൽ ആളുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. കാരണം സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് ചില ക്രിമികളെന്ന് പറയാം മോശമായ രീതിയിലുള്ള കമൻറ്റുകൾ എഴുതാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. കാരണം നമ്മളാരും പറ്റിക്കോ തോപ്പിക്കോ വഞ്ചിക്കോ ചെയ്തിട്ടില്ല ഇന്നേ വരെ ലൈഫിൽ. അപ്പോൾ ചില ആളുകൾ എനിക്കെതിരെ വീഡിയോ ചെയ്യും, എന്നെ അങ്ങനെ ആക്കും, ഇങ്ങനെ ചെയ്യും, അതായത് എനിക്കെതിരെ മോശമായ രീതിയിലുള്ള വീഡിയോ ചെയ്യും, നീ അങ്ങനെ പല കാര്യങ്ങളും എന്നെ പറഞ്ഞിട്ട് എൻ്റെ വീഡിയോൻ്റെ താഴെ വന്നിട്ടുള്ള കമൻറ്റുകളിൽ ചില ആളുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ സെപ്പറേറ്റ് കമൻറ്റ് എടുത്തിട്ട് ഞാൻ എനിക്ക് വേണമെങ്കിൽ കാണിക്കാം. പക്ഷേ ഞാൻ അത് നോക്കാൻ എനിക്ക് സമയമില്ല. അങ്ങനെയുള്ള മാനസിക രോഗികളുമായിട്ട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒരുപാട് മാനസിക രോഗികൾ, ഇതുപോലുള്ള മാനസിക രോഗികൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. കാരണം അവരെ ബിസിനസ്സിനെ ബാധിക്കുകയാണ്. നമ്മൾ ജെന്യൂനായിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ അത് അവരെ ബിസിനസ്സിനെ നല്ല രീതിയിൽ ബാധിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ജെന്യൂനായിട്ടുള്ള കാര്യങ്ങൾ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അവരുടെ ബിസിനസ്സിനെ അത് നല്ല രീതിയിൽ ബാധിക്കുന്നു. അപ്പം അവർ മോശമായ രീതിയിൽ എന്നെ താഴ്ത്തുന്ന രീതിയിലുള്ള കമൻറ്റുകൾ വന്നിട്ട് എഴുതും. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ഞാൻ ഇന്നേ വരെ അങ്ങനെയുള്ള ആളുകളുടെ വീഡിയോ, അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു റെസ്പോൺസ് ഞാൻ കൊടുക്കാറില്ല. ഞാനത് കണ്ടിട്ട് അത് ഒഴിവാക്കി വിടാറാണ് സാധാരണ ചെയ്യാറുള്ളത്. കാരണം അത് പറഞ്ഞോട്ടെ, അവൻ്റെ കുരക്കുന്ന നായിനെ നമ്മളെന്തിനാണ് അതിൻ്റെ കുര നിർത്തിക്കാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. അത് കുരച്ചുകൊണ്ടേയിരിക്കട്ടെ, കുരക്കുന്നവർ കുരക്കട്ടെ. എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. നിങ്ങൾ കുരച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്. കാരണം നമ്മൾ കൊണ്ടുവന്നിട്ട് ആരും ഇതൊരു പെരുവഴിയിലേക്ക് ആക്കിയിട്ടില്ല. പല കമ്പനികളും ഡയറക്റ്റായിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിലിപ്പം അങ്ങനെ ഞാൻ കൊണ്ടുവന്നിട്ട് പറ്റിക്കപ്പെട്ടവരാണെങ്കിൽ ഞാൻ നേരത്തെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ ആൾക്കാർ ജോബ് ഇല്ലാതെയുള്ള ആൾക്കാർക്ക് ഞാൻ ജോബ് സെറ്റ് ചെയ്ത് കൊടുത്ത് അവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സാലറിയോട് കൂടി അവർ ജോലി ചെയ്തിട്ടുണ്ട്. നല്ലൊരു ശമ്പളം അവർ ഇവിടെ റഷ്യയിൽ ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ പ്രീവിയസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും.
അതുപോലെ തന്നെ ഇന്ന് ഞാൻ കാണിച്ച ഇവർ വേറൊരു ജോബ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്നതാണ്. അതിൽ സ്കാനിങ്ങിലാണെങ്കിൽ 4000 8000 വരെ പെർ ഡേ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ. പിന്നെ അതുപോലെ തന്നെ അതിപ്പോൾ എല്ലാം ഒറ്റ തവണ തന്നെ കിട്ടുമെന്ന് വിചാരിക്കേണ്ട. ചില ഇപ്പം ഇതിൽ കാണിച്ച ആളുകളിൽ 2500 മുതൽ 3000 വരെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് ഒരു മാസം 90000 മുതൽ 75000 വരെ ഉണ്ടാക്കുന്ന ആളുകൾ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്ന വീഡിയോയിൽ ഉണ്ട്. അപ്പോൾ അവർക്കുള്ള ഒരു നേരത്തെ ഹെവി മീൽസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇപ്പം കമ്പനിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടുള്ള അക്കോമഡേഷനും അവർക്ക് കിട്ടി. എല്ലാ കാര്യങ്ങളും അവർക്ക് ഓക്കെ. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്താണോ ഞാൻ ചെയ്തു തന്നിട്ടുള്ളത് സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ആർക്കും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടോ ഇതാക്കിയിട്ടോ ഒന്നും പറയണ്ട. നിങ്ങൾ അതിൽ ഒരാളെങ്കിലും എനിക്കെതിരെ പറഞ്ഞിട്ടുണ്ടോ? എല്ലാവരും അവരെ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് സത്യസന്ധമായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കുരക്കുന്ന നായികൾ, ഒരുപാട് കുരക്കുന്ന നായികളുണ്ട്. നമ്മുടെ വീഡിയോൻ്റെ താഴ്ന്ന് വന്ന് നോക്കിയാൽ മതി. അപ്പം കുരക്കുന്ന നായ, ചില പട്ടികൾ, മാനസിക രോഗികളുണ്ട്. അവന്മാർ വന്നിട്ട് മോശം കമൻ്റ് ഇടും. അവരെ നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്തോ. വേണമെങ്കിൽ ആ കമൻറ്റ് അടുത്ത വീഡിയോയിൽ എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ചിട്ട് അടുത്ത വീഡിയോയിൽ ഈ കമൻറ്റ് എടുത്തിട്ട് ഞങ്ങൾക്ക് പ്രത്യേകം കാണിച്ചു തരാം. ഏതൊക്കെ മൈരന്മാരാണ്, ഏതൊക്കെ ഉടായ്പുള്ള ആളുകളാണ് ഇങ്ങനെയുള്ള കമൻറ്റ് ഇടുന്നതെന്നുള്ളത്. അപ്പോൾ അവന്മാരുടെ ബിസിനസ്സിനെ ബാധിക്കും. അത് ആരൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തോളൂ. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എന്നെ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നേരത്തെ ഒന്നും മൈൻഡ് ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ നമുക്ക് അതിനുള്ള കറക്റ്റ് എവിഡൻസ് കിട്ടണം. അത് ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇത്രയും ആളുകളും നിങ്ങളെ മുമ്പിൽ കാണിച്ചിട്ട് അത് ഞാൻ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആളുകൾക്ക് എന്നെ മനസ്സിലാക്കാൻ, എന്നെ വിശ്വാസമുള്ള ആളുകൾക്ക് മനസ്സിലാവും. കാരണം എന്നെ വിശ്വാസമുള്ള ആളുകൾ നമ്മളായിട്ട് ഇപ്പോഴും കോപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. അപ്പോൾ വിശ്വാസമില്ലാത്ത ചില കുരക്കും പട്ടികളും ചില മാനസിക രോഗികൾ ഇങ്ങനെ ഉള്ള മോശം കമൻറ്റുകൾ എഴുതും. അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാറേ ഇല്ല. അപ്പം ഇത് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കാണിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്തത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരുപാട് പുതിയ അപ്ഡേഷനുമായി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.